എവിടെ പോവാ? എവിടെ പോവാ ഹേഡു? വാക്സിനേഷന് പോവാ. വലുതും അറിയോ? എവിടെ അറിയാല്ലേ? ഇത് കുത്തിവെക്കാൻ പോവാ ഡോക്ടർ. ഹേഡു ഡോക്ടറെ കുത്തിവെക്കാൻ പോവാ. അപ്പൊ ടിവി ഓഫ് ആക്ക്. റെക്കോർഡാ? നാലരക്ക് അപ്പോയിന്റ്മെന്റ്. കളി കണ്ടോണ്ടിരിക്കുക. വാ. അത് ഞാനല്ല ഉത്തരവാദി. അത് ദിവനാ. കേടു കേടു നീയാണോടാ? നീയാണോ റിമോട്ട് കാണാൻ? കം ലെറ്റ്സ് ഗോ. കാർഡ് കയ്യിൽ പിടിച്ചോ, ഡെബിറ്റ് കാർഡ്. ഹെൽത്ത് കാർഡ് വേണ്ടേ? ആ പിന്നെ അതൊരു കണ്ട പോണ. ഹെൽത്ത് കാർഡ് മാത്രല്ല ബാക്കിയുള്ള സാധനമൊക്കെ ഇതെടുത്തണ്ട. വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുത്തണ്ട. കേറി 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 കേറി. അമ്മ എന്റെ കാല്. ഈ ചതി അവിടെ ശരി എന്റെ കാല്. ഹെൽത്ത് കാർഡ് എടുക്കാൻ മറന്നുപോയി. ഇവിടെ വാക്സിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഹെൽത്ത് കാർഡ്. ഞങ്ങളുടെ ക്ലിനിക്കിൽ നിന്നാണ് ഗൈസ് കോള് വന്നിരിക്കുന്നത്. ഞങ്ങൾ കറക്റ്റ് സമയത്ത് വരില്ലേ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോട്ടപ്രദർശനം നടത്തേണ്ടി വരും അവിടെ കറക്റ്റ് സമയത്ത് എത്തണമെങ്കിൽ. എന്തിനു വിളിച്ചേ പോലും? ഓക്കെ. 18 monthsന്റെ ഫോം ക്വസ്റ്റ്യനെയർ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇരുത്തിക്കാം. ഒരു ദിവസം കൊണ്ട് ഇത് കളയാക്കി. ഷൂ ഡീൽ കാണാനില്ലല്ലോ. എവിടെ പോവാ? കിമ്പിൾ തരാൻ പറ്റില്ല. സോറി കിമ്പിൾ തരാൻ പറ്റില്ല. ഗിംബിളുണ്ടേ, വ്ളോഗ് ഉണ്ടെന്ന്. ഗൈസ് അപ്പൊ നമ്മള് വാക്സിന് പോവാണ്. ഹേഡുവിന്റെ 18th month വാക്സിനേഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കുത്തു കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. അത് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ തരുന്ന പേഴ്സണൽ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിലാണ് അതാ പിടിച്ചോ, എനിക്ക് ആവശ്യം വരും. അതെ ഞാൻ നോക്കുന്നുണ്ട്. ഈ പ്രാവശ്യം സ്പെഷ്യലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റിൽ നമുക്ക് ഡോക്ടർ ഒരു ക്വസ്റ്റ്യനെയർ തന്നിരുന്നു. ഇത് 18 month വാക്സിനേഷൻ വരുമ്പോൾ ഫില്ലപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് പോലൊരു ചെക്ക് ലിസ്റ്റ്, ഒരുപാട് 17 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇത്. അതിൽ 2 മാത്രമാണ് അവൻ എന്താ പറയുക നമ്മുടെ ഉള്ളോട്ട് പക്ക അല്ല എന്നൊരു പക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെല്ലാം ചെയ്യുന്നില്ല എന്നൊരു തോന്നല്. ബാക്കിയെല്ലാം അവൻ ചെയ്യുന്നതാ. അതിൽ ആദ്യത്തെയാണ് ഐഡന്റിഫൈ പിക്ചേഴ്സ് ഇൻ എ ബുക്ക്. അതിപ്പോ ഈ പറഞ്ഞ പോലെ അങ്ങനെ അതാ പഠിപ്പിക്കണം. പക്ഷെ അവന് സംഭവം കണ്ടാൽ മനസ്സിലാവും. തരാൻ പറ്റില്ല. അതിപ്പോ ഇത് പിടിച്ചോ അല്ലെങ്കിൽ ഇത് പിടിച്ചോ. ഇഞ്ചക്ഷൻ കിട്ടും. ഇത് കിട്ടും. ഇത് പിടിച്ചോ. ഗുഡ് ബോയ്. ഇത് പിടിച്ചോ. ഇത് എന്തിനാന്നറിയോ? വാക്സിനേഷൻ കഴിഞ്ഞിട്ട് മരുന്ന്.
മേ ബി നമ്മൾ പഠിപ്പിക്കാത്തതിൻ്റെ കൂടി ആയിരിക്കാം. എന്നാലും അവര് പട്ടി പൂച്ച പുറത്തൊക്കെ സാധനം കണ്ടുകഴിഞ്ഞാൽ ആൾക്കത് മനസ്സിലാക്കിയാവും. അങ്ങനെ പിന്നെ പിന്നെ യൂസ് ഫെമിലിയർ ജെസ്റ്റേഴ്സ്, അതാണ് സെക്കൻഡ് വൺ. അതിൽ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേവിങ്, പുഷിങ് അവേ. അപ്പോൾ ഇതൊക്കെ അവൻ ചെയ്യുന്നതാണ്. വേവിങ്ങും പുഷിങ്ങും പുള്ളിങ്ങും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ മൂന്നാമത്തെ ഫോളോ ഡയറക്ഷൻസ് വെൻ ഗിവൻ വിത്തൗട്ട് ജെസ്റ്റേഴ്സ്. ത്രോ മീ ദ ബോൾ അല്ലെങ്കിൽ ബ്രിങ് മീ യുവർ ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ അത് പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. എടാ ചെരുപ്പ് എവിടെ, ചെരുപ്പ് എടുത്തോണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും. കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. അപ്പം അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നാലാമത്തെ യൂസ് കോമൺ എക്സ്പ്രഷൻസ്. ഓൾ ഗോൺ, ഓ അതും ഈ പറഞ്ഞ പോലെ അവൻ ചെയ്യാറില്ലല്ലോ. അവനു അങ്ങനെ എല്ലാം പോയി ഓ എന്നൊന്നും അങ്ങനെ അവൻ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലാണ്ടുള്ള കണ്ടിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന എക്സ്പ്രഷൻ ഒന്നുമില്ല. ഇതിൽ പറഞ്ഞേക്കണത് തന്നെ അവിടെ നിന്നില്ല എന്തെങ്കിലും. പിന്നെ അടുത്തതാണ് ഞങ്ങൾക്ക് പിന്നെ അവൻ ചെയ്യുന്നില്ല എന്ന് തോന്നി. പക്ഷെ അവൻ ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പോയിന്റ് ടു അറ്റ്ലീസ്റ്റ് 3 ഡിഫറെന്റ് ബോഡി പാർട്സ് വെൻ ആസ്ക്ഡ്. അപ്പൊ കണ്ണ് എവിടെയാ, മൂക്ക് എവിടെയാ, ഇപ്പൊ കണ്ണ് എവിടെയാ ചോദിച്ചാൽ ആൾ ഇപ്പൊ കാണിച്ചു തരും. ബാക്കിയെല്ലാം പഠിച്ചു വരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സേ 5 or more വേർഡ്സ് അത് പറയുന്നുണ്ട്. അപ്പ അമ്മ, അപ്പാപ്പ അമ്മമ്മ, ചേച്ചി ചേട്ടൻ. പിന്നെ ബസ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബസ് എന്ന് വരില്ല. ബസ്, ബോള് അങ്ങനെയൊക്കെ പറയും. പിന്നെ അവന്റെ ഭാഷയിൽ എന്തൊക്കെയോ അത് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഹോൾഡ് എ കപ്പ് ടു ഡ്രിങ്ക്, അതൊക്കെ നന്നായിട്ട് കുടിക്കും. ചില്ലിന്റെ ഗ്ലാസ് വരെ എടുത്ത് തന്നെ വെള്ളം കുടിക്കാൻ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എന്റെ ദൈവമേ, അതല്ല, അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവന്റെ മരുന്നിന്റെ സാധനം കൊടുത്തു. അതാ എനിക്ക് കുത്തിയ മരുന്ന് എടുത്തു. എനിക്കൊരു സാധനം തരാൻ പറ്റില്ല ഹേഡു. ഇത് പിടി. എനിക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കോ? ഇത് പിന്നെ അത് തന്നെ വേണതാ ആണോ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് 8th വണ് പിക്കപ്പ് ആൻഡ് ഈറ്റ് ഫിംഗർ ഫുഡ്സ്. അതൊക്കെ തന്നെ ഫുഡൊക്കെ കഴിക്കും. ഫിംഗർ ഫുഡ്സും ഓക്കെയാണ്. പിന്നെ ഹെൽപ്പ് വിത്ത് ഡ്രസ്സിങ് ബൈ പുട്ടിങ് ഔട്ട് ആംസ് ആൻഡ് ലെഗ്സ്. അതിപ്പോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വന്നപ്പോ ആണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഡ്രസ്സ് ഇടാൻ വേണ്ടി കൈയും കാലൊക്കെ പൊക്കി തരുന്നു, കൈ തന്നെ കയറ്റാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രോൾ ഓർ വാക്ക് അപ്പ് സ്റ്റേഴ്സ്. സ്റ്റേഴ്സ് ഒക്കെ അവൻ തന്നെ കയറും, കുഴപ്പമൊന്നുമില്ല. തന്നെ നടക്കുമോ, വാക്ക് അലോൺ, യെസ് അത് ചെയ്യും. പിന്നെ സ്ക്വാറ്റ് ടു പിക്കപ്പ് എ ടോയ് വിത്തൗട്ട് ഫോളിങ്. ഇങ്ങനെ ചമ്പളം അങ്ങനല്ലേ, ഇരുന്ന് ഉന്തുകാലം ഇരുന്ന് സാധനങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ടോന്ന് അതും ചെയ്യുന്നുണ്ട്. പിന്നെ പുഷ് ആൻഡ് പുൾ ടോയ്സ് ഓർ അതർ ഒബ്ജക്ട്സ് വൈൽ വാക്കിംഗ്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാക്ക് 3 or more ബ്ലോക്സ്, അതും ചെയ്യുന്നുണ്ട്. പിന്നെ ഷോ അഫെക്ഷൻ ടുവേർഡ്സ് പീപ്പിൾ, പെറ്റ്സ് ഓർ ടോയ്സ്, ഡെഫിനറ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒട്ടും പരിചയമില്ലാത്ത ആളെ കണ്ടു കഴിഞ്ഞാൽ കരയും. അതുപോലെ തന്നെ അഫെക്ഷൻ നന്നായിട്ടുണ്ട്. പിന്നെ പോയിന്റ് ടു ഷോ യു സംതിങ്, അതുമുണ്ട്. ചൂണ്ടിക്കാണിക്കും ഇങ്ങനെ. അത് പക്ഷെ പറയില്ല അതെന്താന്ന്. അതാ ഇപ്പൊ എല്ലാത്തിനും അമ്മ എന്നാണ്. എല്ലാം അമ്മ അങ്ങനെയാണ്. പിന്നെ ലുക്ക് അറ്റ് യു വെൻ യു ആർ ടോക്കിംഗ് ഓർ പ്ലേയിങ് ടുഗെദർ. സോ അതും ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട് ആള്. അപ്പം പണി പാളിക്കും എനിക്കത്. യെസ്, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫാമിലി ഡോക്ടറുള്ള സ്ഥലമാണത്. വൺ ഇവ മെഡിക്കൽസ്. ഏതിനെല്ലാം മനസ്സിലായി. ഇപ്പൊ നല്ല തുണി അയക്കേണ്ടി വരും അല്ലേ? ഡ്രസ് പറഞ്ഞോ? അവിടെ നിന്നോ. ഇന്നലെ വലിയ കാര്യത്തില് ഞാൻ കിടന്ന്
ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ആ കാറിലിരുന്ന് തന്നെ എല്ലാം പറഞ്ഞു. വീട്ടിൽ വന്ന് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കിയില്ല. സാരില്ല, പോട്ടെ. അപ്പം ഞാൻ വീണ്ടും പറയാം, ഇവൻ എപ്പോൾ ഹോസ്പിറ്റലിൽ എന്നാലും ഇവന് മനസ്സിലാവും ഇത് ഇവനുള്ള പണിയാണെന്ന്. ആളുടെ മൈൻഡ് മൂഡൊക്കെ അപ്പം തന്നെ മാറും. അപ്പം ഇനീഷ്യലായിട്ട് നമുക്ക് കുറച്ച്, ഞാൻ അതും വീഡിയോ എടുത്തിരുന്നു, അതൊക്കെ പോയി, അതൊന്നും കിട്ടിയില്ല ആക്ച്വലി. വെയിറ്റ് ചെക്ക് ചെയ്യും, നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് കുറച്ച്. വെയിറ്റ് ചെക്ക് ചെയ്യും, ഹൈറ്റ് ചെക്ക് ചെയ്യും, പിന്നെ ഹെഡ് സർക്കംഫറൻസ് ചെക്ക് ചെയ്യും, പിന്നെന്തായിരുന്നു, ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഡോക്ടറിൻ്റെ റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ വെയിറ്റ് പൊതുവേ ഇവൻ ഓൺ ദ ലോവർ സൈഡാണ്. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഞാൻ ഫീഡിങ് നിർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹീ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് വെൽ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. ഓക്കെ, ആൾക്കപ്പോൾ ഈ ഗിംബിൾ തന്നെ വേണം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ പഴയത് വെച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചോ. അപ്പോൾ നാട്ടിൽ വെച്ചിട്ട് ഫീഡിങ് നിർത്തിയായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് നിർത്തിയതാണ്. കാരണം ഇവർ സാധനം കഴിക്കില്ല. ഫുൾ ടൈം പാല് 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 എന്നല്ലാണ്ട് വേറെ ഒരു ചിന്ത ആൾക്കുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു. സോ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മളത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഭയങ്കര ചേഞ്ച് ആയിരുന്നു. ഇന്ന വീക്ക് നമ്മൾ കണ്ടത്. കാരണം ഭക്ഷണത്തിനുള്ള ഇഷ്ടവും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കഴിക്കാത്ത സാധനങ്ങൾ കഴിച്ചു തുടങ്ങി, പിന്നെ ഇൻടേക്കും കൂടുതൽ തുടങ്ങി. കാരണം പാല് കിട്ടുന്നില്ല, അതുകൊണ്ട് വിശപ്പ് കൂടി. അല്ലെങ്കിൽ ഫുൾ ടൈം രാത്രി ഫുള്ള് പാല് കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കരുതെന്നാണ് ഇവിടെ ഡോക്ടേഴ്സ് പറയുന്നത്, സ്പെഷ്യലി ഡ്യൂറിങ് ദി നൈറ്റ്. കാരണം പല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും കൊടുക്കാൻ പാടില്ല. കാരണം ക്യാവിറ്റീസ് വരും, പല്ല് വേഗം കേടാവും എന്നാണ് പറയുന്നത്. പാലൂടെയൊക്കെ നിർത്തിയപ്പോൾ ആൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കൂടുതൽ. അതിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് ചേഞ്ച് കുറച്ച് കണ്ടു. അതുകൊണ്ട് 9.1 ആണ് അവൻ്റെ കറൻറ്റ് വെയിറ്റ്. ഇവിടെ നിന്ന് പോകുമ്പോൾ 8.6 അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ വാക്സിനിലേക്ക് കിടന്നു. അപ്പം ഫുള്ള് കരച്ച ഡോക്ടറെ കണ്ടിട്ട് കരഞ്ഞ്. അപ്പോൾ ഡോക്ടർ ഞാൻ തന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോഴേ എന്തിനാ നീ കരയണേന്ന് ചോദിച്ചു. പക്ഷെ ആള് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം എൻ്റെ മടിയിൽ ഇരുത്തിയിട്ടാണ് ഡോക്ടർ വേവിന് വാക്സിൻ കൊടുത്തത്. അപ്പം മുറുക്കി ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. കയ്യിൽ ഒരു കുത്തുള്ളൂ, അപ്പം മുറുക്കി പിടിക്കാൻ പറഞ്ഞു. അതെന്താ അങ്ങനെ മുറുക്കി പിടിച്ചതാ കണ്ടത്. ആളൊരു ഒറ്റ കൊതറിലായിരുന്നു. അതുകൊണ്ട് മൊത്തം കുത്താൻ പറ്റിയില്ല ഡോക്ടർക്ക്. അതായത് ഫുള്ള് അതിലുണ്ടായിരുന്ന മരുന്ന് കുത്താൻ പറ്റിയില്ല. അപ്പോൾ പുറത്തേക്ക് സിറിഞ്ച് വന്നു. അപ്പോൾ ചെറുതായിട്ട് ചോരയൊക്കെ വന്നു തുടങ്ങി. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു നന്നായി പിടിക്കണം, കാരണം ഒരു കുത്ത് ഓടി കിട്ടി, ഇനിയിപ്പോൾ സൂക്ഷിച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു മോൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അപ്പം കൂടുതൽ ഫോഴ്സിൽ പിടിച്ചിട്ട് അങ്ങോട്ട് കുത്തി. അതിൻ്റെ ഇതാണ് കണ്ടോ, വാവു ഇത് എന്തത്. നമ്മൾ കുറച്ച് ദേഷ്യമാണ് അല്ലേ ഇടു. സാരില്ല, പോട്ടെ, കുഴപ്പമില്ല. അതെ, ഇത് നോക്കിയത് എങ്ങനെ ചെയ്യാന്ന് നോക്കിയാ, ഇത് കാണിച്ചു കൊടുത്തേ എങ്ങനെ ചെയ്യാന്ന്. എങ്ങനെ ചെയ്യാ കണ്ടോ, ഇങ്ങനെ ചെയ്യാണ്ടോ. ഇത്തിരി അത് ദേഷ്യമായിട്ട് ആളിപ്പോ ചിരിക്കുന്നു. സോ അത്രേ ഉള്ളൂ എന്റെ കാര്യങ്ങളാ. ഇത് ഇന്നലെ ഇത് ഊരിയിട്ട് വേറെ ബാൻഡേജ് വെക്കാൻ പറഞ്ഞതാ. പക്ഷെ ഇത് ഊരാൻ തന്നെ സമ്മതിച്ചില്ല. തൊട്ടപ്പോഴേക്കും നെലോളിയും കരച്ചിലായിരുന്നു. സോ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇന്നിപ്പോൾ കുളിക്കുമ്പോൾ അത് ഊരിക്കളയാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ്. കാരണം അതുപോലത്തെ തിരിഞ്ഞത്. അങ്ങനെ നമ്മൾ വാക്സിൻ കഴിഞ്ഞ് ഇനി ഒരു സമാധാനമുണ്ട്. ഇനി 4 വയസ്സ് കഴിഞ്ഞിട്ട് വാക്സിനുള്ളൂ. അത്രയും കുറച്ച് വലുതാവുമല്ലോ. ഓക്കെ, അപ്പം ഇത് ഞാൻ മിസ്സായി പോയി. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ഇന്നലെ ഉണ്ടായത് മൊത്തം കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഞാൻ ഇന്നലെ ചെറിയ ഷോപ്പിംഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് നെക്സ്റ്റ് വീഡിയോ പഴയ തൊട്ട് തന്നെ സ്റ്റാർട്ട്. ഇത് ഞാൻ ബ്രേക്ക് ആയി പോയ കാരണം ഇതിൽ ആഡ് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം മിഞ്ചേട്ടനെയും ജീവ ചേച്ചിനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബിൽഡിങ്ങിന് താഴെ വന്ന് കിടക്കാണ്. നമ്മളല്ല, അവർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം നമ്മൾ അവരുടെ കൂടെ പോവാന്ന് പറഞ്ഞു. സോ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഓൺ ദ വേയിലാണ്. ഓൺ ദ വേ മിഞ്ചേട്ടൻ ജീവ ചേച്ചി വന്നോണ്ടിരിക്കുകയാണ്.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി വേ ബാക്ക്. നമുക്ക് അപകടം പറ്റിയ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ ഏടു. അപകടം പറ്റിയ സ്ഥലം ഇതൊന്നും ഊരോ അത് ബാൻഡേജ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Where is it? Oh my god. Wow. Edu wow. Edu. എന്തൊക്കെയാണ് സൈൻ ഓഫ് ചെയ്യാൻ പാ. സോ ടാറ്റാ ബൈ 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 ബൈ. കരഞ്ഞോണ്ട് ടാറ്റ തരുന്നു. ഓക്കെ ബൈ ഗൈസ്. ഇത് ഫൈനലാ. ടാറ്റാ.